പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനും എൻ്റെ അടുത്ത സുഹൃത്ത് ബിജുവും ആൻഡ് ഫാമിലിയുമായി ബൺബറിക്കടുത്തിട്ടുള്ള കോളി ആൻഡ് ബ്രിഡ്ജ് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നടത്തിയ ഒരു 3 ദിവസത്തെ ഫാമിലി ട്രിപ്പിനെ കുറിച്ചാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നും ലീച്ച് ഹൈവേ വഴിയാണ് പോയത്. ഇതിലേക്ക് പോകാനായിട്ട് രണ്ട് റൂട്ടിൽ പോകാം. ആറമ്മുളയിൽ വഴിയും പോകാം, കിനാന ഫ്രീ വഴിയും പോകാം. ഇത് കാറിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ഡാഷ് ക്യാമിൻ്റെ വിവരങ്ങളാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് പോകുന്ന വണ്ടിയായിട്ടുള്ള ഡിസ്റ്റൻസ്, സ്പീഡ്, കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കും. വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇതാണ്. കുറച്ച് എക്സ്പെൻസീവാണ്. ക്യാമറ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ടൗൺഷിപ്പാണ് ബ്രിഡ്ജ് ടൗണ്. ഏകദേശം 3000-ൽ താഴെ ആൾക്കാരെ ഈ പ്രദേശത്തുള്ളൂ. ഇതും മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏരിയ തന്നെയാണ് മെയിനായിട്ട്. ഇവിടെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു നിയമമാണ്. വീക്കെൻഡ് ആയിട്ട് പബ്ലിക് ഹോളിഡേ വരുമ്പോഴത്തേക്ക് ഡബിൾ ഡീമെറിറ്റ്സ്. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ ഫൈൻ കിട്ടുകയാണെങ്കിൽ പെനാൽറ്റി എല്ലാം നേരെ ഡബിളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ചെറിയ സ്ഥലങ്ങൾ കടന്നാണ് പോയിരിക്കുന്നത്. വരുണ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. മെയിനായിട്ടും ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളുടെ ഒരു ചെറിയ ടൗൺഷിപ്പാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു മെയിൻ സ്ഥലമെന്ന് പറയുന്നത് ഹാർവിയാണ്. ഹാർവി ഇവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. ഇതെല്ലാം പശു ബന്ധപ്പെട്ട ജോലികളിലുള്ള ആൾക്കാരാണ്. ഫാമാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ ബിസിനസ്. ഓസ്ട്രേലിയൻ കൺട്രി സൈഡാണ് ശരിക്കും പറഞ്ഞാൽ. വളരെയധികം പോപ്പുലേഷൻ കുറഞ്ഞ ഏരിയകളാണ് ഇതെല്ലാം. നിങ്ങൾ ഇവിടെയൊക്കെ കുട്ടികളുമായിട്ട് നിർബന്ധമായും സന്ദർശിക്കുക. ഹാർവിയിലെ ടൗണിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള പാതയാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരിതാണ്. ഇതിലുള്ള ദൃശ്യങ്ങൾ അമലിൻ്റെ ഓൺ ക്യാമറയിൽ നിന്നുള്ളതാണ്. അല്ലാതെയുള്ള ഫോട്ടോകൾ എൻ്റേതും ബാക്കിയുള്ളതെല്ലാം അമലാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. കോളി എന്ന് പറയുന്ന പെർത്ത് സൗത്തിലുള്ള ഈ സ്ഥലം ബൺബറിയിൽ നിന്നൊരു 40 കിലോമീറ്റർ ഉള്ളിലായിട്ട് ഉള്ളതാണ്. അതിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് ബ്രിഡ്ജ് ടൗണും. 1800 കാലഘട്ടങ്ങളിൽ സ്ഥാപിതമായിട്ടുള്ള ചെറിയ ടൗൺഷിപ്പുകളാണ് ഇവിടെ. കൽക്കരിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചെറിയ രീതിയിൽ മൈനിങ് നടക്കുന്നുണ്ട്. ഇനി നിങ്ങളിതിൽ കാണുന്നത് അന്നത്തെ കാലത്ത് മൈനിങ് എക്സ്പ്ലോഷനാണ്. കൽക്കരി ഖനനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പ്ലോഷൻ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് വിസിറ്റിംഗ് സെൻറ്ററിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഫീസ് കൊടുത്താൽ ഗോൾഡി ടൗൺ ചെയ്യുന്നുണ്ട്. നല്ല അതിനുശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിനി ഡാമിലേക്കാണ്. 1950 കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതിലെ മ്യൂറൽ പെയിൻറ്റിങ് ലോകപ്രശസ്തമാണ്. ഇത്രയും വലിയ ഡാമിൻ്റെ ഒരു സൈഡിൽ മ്യൂറലായിട്ടുള്ള പെയിൻറ്റിങ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും വലിയൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹണിമൂൺ പൂള് എന്നറിയപ്പെടുന്ന ഒരു ഏരിയയാണ്. നാച്ചുറലായിട്ടുള്ളൊരു പൂളാണ്, സ്വിമ്മിംഗ് പൂളാണ്. അവർ നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് നീന്തൽ വശമുള്ളവർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. ഒരുവിധം ആഴമുള്ള ഏരിയയാണ്. അതിനുശേഷം പോയത് ബ്രിഡ്ജ് ടൗണിലെ തന്നെ ആപ്പിൾ സൈഡർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ്. വലിയ കോരിച്ചെരിയുന്ന മഴയായിരുന്നു.
അവിടെയും നിങ്ങൾ ബ്രിഡ്ജ് ടൗൺ വരുമ്പോൾ പോയി തീർച്ചയായും കാണേണ്ട സ്ഥലമാണ്. സൈഡർ ടേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെയുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഥിയത്തിൻ്റെ ഒരു മൈനിങ് സൈറ്റാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ റീചാർജബിൾ ആയിട്ടുള്ള ഏതൊരു വസ്തുക്കളിലെയും ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയമാണ്. ഇതും ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയൊരു ഇതാണ് മൈനിങ്ങിൻ്റെ. ഇപ്പോഴും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് ഷോട്ടുകൾ പുറത്തു നിന്നെടുത്തത് നമുക്ക് എല്ലാവർക്കും എൻട്രി ഉള്ള ഏരിയ അല്ല, പുറത്തു നിന്നേ കാണാൻ പറ്റുള്ളൂ. ക്യാമറ ഡ്രോൺ വഴിയും കുറച്ച് ദൃശ്യങ്ങൾ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്. ഇത് അവിടുന്ന് കുഴിച്ചെടുത്തിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പ്രോസസ്സിങ്ങിന്. ഇനി നിങ്ങളിതിൽ കാണുന്നത് ഞങ്ങൾ താമസിച്ച ഫാം ഹൗസിൻ്റെ വുഡ് കോട്ടേജുകളാണ്. അവിടെ അവർ പശുവിനെയും ഒക്കെ വളർത്തുന്നുണ്ട്. വലിയ ഒരു ഏരിയയാണ്. ഒരു ഫാമിൽ താമസിച്ച് അവർ അതിൻ്റെ കൂടെ സൈഡ് ബിസിനസ്സായിട്ട് ഈ കോട്ടേജുകളും ഒക്കെ ചെയ്യുന്നു. 55-60 ഏക്കർ ലാൻഡാണ്. അതിനകത്ത് ഇവർ മാത്രമേ താമസമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അടുത്ത വീട് ഒരു 15-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അവരതിനെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫാം ബിസിനസ്. അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്ക് ഡാമുകൾ എല്ലാം തന്നെ നല്ല ശാസ്ത്രീയമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഫാം ഹൗസിനോടനുബന്ധിച്ച് തന്നെ അവർ ഫയർ പിറ്റുകൾ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ അതിനു വേണ്ടിയുള്ള വുഡെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെക്കും. രാത്രിയാകുമ്പോൾ ഇന്നലത്തെ ടെമ്പറേച്ചർ 7-8 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തീ കായുന്നതിൻ്റെ ഒരു അവസ്ഥയിൽ നമുക്കത് കത്തിച്ചിട്ട് അതിന് ചുറ്റും ഇരിക്കാനൊക്കെ പറ്റും. അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇനിയും ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾ താമസിച്ച കോട്ടേജിനെക്കുറിച്ചുള്ള ചെറിയ പൊതുവായ വിവരങ്ങളാണ്. നിങ്ങൾ ഫാമിലി ട്രിപ്പ് ആയിട്ട് ബൺബറി ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നേരത്തെ അവരെ കോൺടാക്റ്റ് ചെയ്ത് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. 6 പേർക്ക് വരെ ഒരു കോട്ടേജിൽ പറ്റും. അങ്ങനത്തെ 2 കോട്ടേജ് അവിടെ നിലവിലുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ അവർ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണേലും വളരെ കോപ്പറേറ്റീവാണ്. യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതിനകത്ത് ഫോൺ നമ്പറുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബൺബറി പ്രദേശത്ത് എവിടെയെങ്കിലുമാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വരിക, ഇവിടെ താമസിക്കുക. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ബൺബറി കൂടിയാണ്. അങ്ങോട്ട് പോയ റൂട്ടിലല്ല. അപ്പം ബൺബറി ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോയിരുന്നു. പിന്നെ തണുത്ത കാലാവസ്ഥയും കാറ്റും ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തില്ല. എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി ജസ്റ്റ് അവിടെ നിന്ന് പോരുമായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് റോക്കിംഗ്ഹാം മാൻഡ്ര റൂട്ടിൽ ബനാന ഫ്രീവേ തന്നെ വന്ന് റോഹേ വഴി ഞങ്ങൾ വീട്ടിലേക്കും പോന്നു. ബിജു ആൻഡ് ഫാമിലി സിറ്റി ക്രോസ് ചെയ്ത് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. 2 ആൾക്കാരും സേഫായിട്ട് തന്നെ വീട്ടിലെത്തി. യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഒരു ചെറിയ ട്രിപ്പായിരുന്നെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല.
ഞങ്ങൾ പോയ പ്രദേശത്തു നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ബൺബറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. അതൊരു സീസൈഡാണ്. അപ്പം മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് വന്ന് കിടക്കുന്ന പുറം കടലിൽ നങ്കൂരമടച്ചിരിക്കുന്ന കപ്പലുകളാണ് ഈ കാണുന്ന 6 7 കപ്പലുകളുണ്ട്. അത് 1 by 1 ആയിട്ട് ഈ പോർട്ടുകളിൽ വന്ന് സാധനങ്ങൾ ലോഡ് ചെയ്തിട്ടാണ് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് മൈനിങ് സെക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.